ഹായ് ഓൾ, വെൽക്കം ടു ഐ+. ഞാൻ അക്ഷര. നമ്മളുടെ കേറ്റഡ് സർവീസിലുള്ള ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള എക്സാമിനേഷൻ ഓഗസ്റ്റ് 8-9 തീയതികളിലായിട്ട് നടക്കുകയാണ്. ഓൾറെഡി നമ്മളുടെ ചാനലിൽ മാരത്തോൺ സെക്ഷൻസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം നിങ്ങൾക്ക് എങ്ങനെ പഠിക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ധാരണയുണ്ട്. ഇനി വളരെ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ അറിയാലോ, എക്സാമിന്റെ പ്രത്യേകിച്ച് സിലബസും അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഇവിടെ പറയേണ്ട കാര്യമില്ല. എല്ലാം നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഒരുപാട് ആശങ്കയോട് കൂടി തന്നെയായിരിക്കും അല്ലെ അധ്യാപകർ കേറ്റഡ് എക്സാമിനേഷനെ സമീപിക്കുന്നത്. അപ്പൊ ആ ഒരു ആശങ്കകളൊക്കെ മാറ്റി വെച്ച് നല്ല പോസിറ്റീവ് മൈൻഡോട് കൂടി തന്നെ നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആവുക. അപ്പൊ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? പഠനം. ഇനി പഠനത്തെ എന്തൊക്കെയാണ് ചെയ്യാൻ പാടുള്ളത്, പാടില്ലാത്തത്? പുതിയ ടോപ്പിക്കുകൾ പഠിക്കരുത്. ഇപ്പൊ ചിലപ്പോൾ എന്തായിരിക്കും, എല്ലാവരും എല്ലാ ഏരിയ നോക്കി കാണും, ചിലർക്ക് ഇനിയും ഏരിയാസ് ബാക്കി കാണും. അപ്പോൾ ഇനി പുതിയ ടോപ്പിക്കുകൾ ഒന്നേന്ന് പറഞ്ഞ് പഠിക്കാനായിട്ട് നിൽക്കരുത്. അപ്പൊ എന്ത് ചെയ്യും, അതിനെ കുറിച്ചിട്ടുള്ള ഒരു ബ്രീഫായിട്ടുള്ള ഒരു നോളജ് ഉണ്ടാക്കി വെക്കുക. അല്ലാതെ ഡീപ്പായിട്ട് ഇനി പഠിച്ചു കഴിഞ്ഞാലും അവിടെ ടെൻഷൻ കൂടും. അപ്പൊ നമുക്കറിയാലോ, ഇതൊരു ക്വാളിഫയിങ് എക്സാമിനേഷൻ ആണ്. ക്വാളിഫയിങ് മാർക്ക് നേടിയാൽ മതി. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു എസ് എ ഉള്ള ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന പോലെ വളരെ അഗാധമായിട്ട് പഠിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യുക, പുതുതായിട്ട് ഇനി ഒന്നും എടുത്ത് അഗാധമായിട്ട് പഠിക്കാതിരിക്കുക. എല്ലാ ടോപ്പിക്സിനെയും പറ്റിയും ഒരു ബ്രീഫായിട്ടുള്ള ധാരണ ഉണ്ടായിരുന്നാൽ മതി. നമ്മുടെ മാരത്തോൺ സെക്ഷൻസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ആ ഒരു ധാരണ ലഭിക്കും. പിന്നെ സ്വന്തം നോട്ടുകൾ മാത്രം റിവൈസ് ചെയ്യുക. ഇപ്പൊ ഇനി എന്താണ്, പല ഗ്രൂപ്പുകളിൽ നിന്നായിട്ട് പല ചാനലുകളിൽ നിന്നൊക്കെ ആയിട്ട് ഒരുപാട് നോട്ടുകൾ കിട്ടും. അപ്പൊ എല്ലാ നോട്ടും കൂടെ ഇനി വാരി വലിച്ചു നോക്കേണ്ട കാര്യമില്ല. അതിൽ നമുക്ക് പ്രസക്തമായിട്ടുള്ളതും അപ്രസക്തമായിട്ടുള്ളതും കാണും. അപ്പൊ എല്ലാം കൂടെ കണ്ട് വെറുതെ തലവരിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. എപ്പോഴും നമ്മൾ പറയുന്നതാണ്, പഠിക്കുന്ന സമയത്ത് സ്വന്തമായിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടില്ലേ? കാരണം നിങ്ങൾ തിരക്കിലാണ്, അറിയാം. അപ്പൊ ആ തിരക്കിന്റെ ഇടയ്ക്ക് ഇനി പുതിയ നോട്ട് കൂടെ നോക്കാൻ നിൽക്കാതെ നിങ്ങൾ തന്നെ എഴുതി തയ്യാറാക്കിയ നോട്ടുകൾ മാത്രം റിവൈസ് ചെയ്യുക. പ്രധാന പോയിന്റ്സ് മാത്രം നോക്കുക. എല്ലാത്തിലും എന്ത് ചെയ്യുക, പ്രധാന പോയിന്റ്സ് നോക്കി പോവാം. അപ്പൊ നമുക്ക് അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താണ്, ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തായാലും ഉത്തരത്തിലേക്ക് എത്താൻ കഴിയും. അതുകൊണ്ട് എന്ത് ചെയ്യുക, വാരി വലിച്ച് പഠിക്കരുത്. പുതിയ ടോപ്പിക്കുകൾ ഇനി പഠിക്കാനായിട്ട് നിൽക്കരുത്. സ്വന്തം നോട്ട് മാത്രം റിവൈസ് ചെയ്ത് പോവുക. അതേപോലെ തന്നെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ. അപ്പൊ നമുക്ക് കൂടുതലായിട്ട് മാർക്ക് വരുന്ന മേഖലയുണ്ടല്ലോ, അപ്പൊ അവിടെ ഒരു ഇത്തിരി ഊന്നൽ കൊടുക്കുക. ഇനിയുള്ള മണിക്കൂറുകളിൽ നിങ്ങൾക്ക് കിട്ടുന്ന സമയം വൈസ്ലി നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ടും ചോദ്യം വരുന്ന മേഖലകൾ അറിയാലോ. ശിശുവികാസവും മനഃശാസ്ത്രം, ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോജി ഒരിക്കലും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ലല്ലേ. അത്ര അധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് 2 മണിക്കൂറിലധികമുള്ള മാരത്തോൺ സെക്ഷൻ നമ്മുടെ ചാനൽ അവൈലബിൾ ആണ്. ഷോർട്ട് വീഡിയോസ് അവൈലബിൾ ആണ്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഒന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യാം, ഒന്ന് റിവൈസ് ചെയ്യാം. ദെൻ പഠന സിദ്ധാന്തങ്ങൾ, പ്രധാനപ്പെട്ട പഠന സിദ്ധാന്തങ്ങളെല്ലാം എന്ത് ചെയ്യുക, ഒന്ന് റിവൈസ് ചെയ്യുക. സ്ഥിരമായി ചോദ്യം വരുന്ന മേഖലകളാണ്. അധ്യാപന രീതികൾ, അപ്പൊ അതൊന്നും ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണല്ലേ അധ്യാപന രീതികളൊക്കെ. അപ്പൊ എപ്പോഴും ഞാൻ പറയാറുണ്ടല്ലേ, പെഡഗോജിക്കൽ അപ്രോച്ചിൽ നിന്നുകൊണ്ട് ചിന്തിച്ച് നമുക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയുന്ന ചോദ്യങ്ങളായിരിക്കും ചോദിക്കാം. മൂല്യനിർണ്ണയം, തീർച്ചയായിട്ടും ഇവാലുവേഷനെ കുറിച്ച് നിങ്ങൾക്ക് ധാരണയുള്ള വിഷയമാണ്. അപ്പൊ അതിനെ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്യുക. ദെൻ ഭാഷാ അധ്യാപന ശാസ്ത്രം. നമുക്ക് ലാംഗ്വേജ് എവിടെയും ഏത് എക്സാം എടുത്താലും കേട്ട് 1 ആണെങ്കിലും 2 ആണെങ്കിലും 3 ആണെങ്കിലും 4 ആണെങ്കിലും ലാംഗ്വേജ് ഉണ്ട്. അപ്പം ലാംഗ്വേജ് പെഡഗോജി, ഓൾറെഡി നമ്മൾ പെഡഗോജി പഠിക്കും. ആ ഒരു ഗുണം നമുക്കുണ്ട്. ലാംഗ്വേജ് പെഡഗോജി പഠിക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു, ആ ഒരു ഏരിയയിലൂടെ മാർക്ക് സ്കോർ ചെയ്യും. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പെഡഗോജി പഠിക്കുന്നതുകൊണ്ട് നമുക്ക് എന്താണ്, ഒരു ഏരിയയിൽ മാത്രമല്ല പല ഏരിയയിലും നമുക്ക് ഇത് യൂസ്ഫുൾ ആണ്. അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്കാം. വിഷയാധ്യാപന ശാസ്ത്രത്തിലും അതുപോലെ സബ്ജക്ട് പെഡഗോജി വന്നാലും അവിടെയൊക്കെ എന്താണ്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു ഏരിയ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാം എടുത്ത് അപ്ലൈ ചെയ്യും. നമ്മളൊരു ബേസ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ആ ബേസ് വെച്ച് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക, വളരെ ബുദ്ധിപൂർവ്വം ഈ ഒരു ഏരിയയിൽ എന്താണ് കൂടുതൽ ശ്രദ്ധ കൊടുത്ത് പഠിക്കുക. എളുപ്പമുള്ള ചോദ്യം, നമ്മൾ എക്സാം ഹാളിൽ എത്തുമ്പോഴത്തേക്ക് എന്തൊക്കെ ചെയ്യണം? എളുപ്പമുള്ള ചോദ്യങ്ങൾ ആദ്യം ചെയ്യുക. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഒന്നാമത്തെ ചോദ്യം നോക്കി കിട്ടിയില്ല, അതും ആലോചിച്ചുകൊണ്ടിരുന്ന കളയാനുള്ള സമയം നമുക്കില്ല. രണ്ടാമത്തെ ചോദ്യം കിട്ടിയില്ല, പോട്ടെ, നമുക്ക് ഒരു നിശ്ചിത കട്ട് ഓഫ് കടന്നാൽ മതി. അപ്പൊ അതിന് ചിലപ്പോൾ 1-2 ചോദ്യങ്ങൾ എന്താണ് നമ്മൾ സ്കിപ്പ് ചെയ്ത് പോയാലും ഒരു കുഴപ്പമില്ലല്ലേ. എന്താണ്, ഒരുപാട് സമയം ചെലവഴിക്കല്, ഒരു ചോദ്യത്തിൽ കൂടുതൽ സമയം ചെലവഴിക്കരുത്. അപ്പൊ എന്ത് ചെയ്യുക, അറിയാവുന്ന ചെയ്തു പോവുക. പിന്നെ നമ്മൾ ആ സേവ് ചെയ്യുന്ന ടൈം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യും, ലാസ്റ്റ് വന്നിട്ട് ഈ കിട്ടാത്ത ഉത്തരം കണ്ടെത്താനായിട്ട് ശ്രമിക്കാം. ഇനിയിപ്പം നമുക്ക് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യാം, നെഗറ്റീവ് മാർക്ക് ഇല്ലാത്ത എക്സാമിനേഷൻ ആണല്ലോ. എന്തായാലും നിങ്ങൾ നമ്മുടെ 150 ചോദ്യങ്ങൾ മാർക്ക് ചെയ്തിട്ട് മാത്രമേ ഇറങ്ങാവൂ. നമുക്ക് പ്രത്യേകിച്ച് ഇപ്പൊ ഉത്തരം തെറ്റിപ്പോയെന്ന് പറഞ്ഞിട്ട് നഷ്ടം വരാനില്ല. ശരിയാണെങ്കിൽ ആ ഒരു മാർക്ക് കൂടെ കിട്ടത്തില്ലേ. അതുകൊണ്ട് എന്ത് ചെയ്യുക, എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യുക.
OMR ശ്രദ്ധയോടെ പൂരിപ്പിക്കുക. ആശങ്കകളുണ്ട്, ടെൻഷനുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷെ അവിടെ ചെന്നിട്ട് OMR ആദ്യം മാർക്ക് ചെയ്യുമ്പോൾ തെറ്റിപ്പോയി കഴിഞ്ഞാൽ, ഓടോ എന്തേലും മാറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലേ. ഓൺലൈൻ എക്സാമിനേഷൻ ആയിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ എന്താണ് നമുക്ക് മാറ്റി ക്ലിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ OMR ആയതുകൊണ്ട് ശ്രദ്ധയോടുകൂടി തന്നെ പൂരിപ്പിക്കാം. ഒരു കാരണവശാലും നമ്മുടെ ആശങ്കയും നമ്മുടെ ടെൻഷനും അങ്കലാപ്പും ഒന്നും നമ്മുടെ OMR ഷീറ്റിൽ പ്രതിഫലിക്കാൻ പാടില്ല. അപ്പൊ ആദ്യം തന്നെ എന്ത് ചെയ്യണം, ആ ഒരു പോസിറ്റീവ് മൈൻഡോടുകൂടി എനിക്ക് ഇത്തിരി സമയം എടുത്തായാലും ശ്രദ്ധയോടുകൂടി എന്ത് ചെയ്യാൻ പറ്റണം, OMR കൃത്യമായിട്ട് പൂരിപ്പിക്കാൻ സാധിക്കണം. ആ ഒരു ഉറപ്പോടുകൂടി ഹാളിലെത്തുക. അവസാന ഉത്തരങ്ങളൊക്കെ എന്ത് ചെയ്യും, ഒന്നുകൂടി പരിശോധിക്കും. അപ്പൊ അതെങ്ങനെയാ ചെയ്യുക, നമ്മള് കഴിവതും ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താണ് ഒരുപാട് വലുതായിട്ട് ഉത്തരം എഴുതി വെക്കണം എന്നല്ല പറയുന്നത്, ചെറിയൊരു ഡോട്ട് കൊണ്ടങ്ങനെ മാർക്ക് ചെയ്ത് ഇടും. അപ്പൊ മാർക്ക് ചെയ്തിട്ട് പിന്നീട് OMR ഷീറ്റിൽ മാർക്ക് ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യാം, ഒരു നമുക്ക് തെറ്റത്തില്ല. ചിലപ്പം ഈ ഒരു നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കിയിട്ട് OMR ഷീറ്റിലോട്ട് പോകുന്ന സമയത്ത് കോഡ് ABCD എന്നുള്ള മാറാനായിട്ട് സാധ്യതയുണ്ട്. കൃത്യമായിട്ടൊന്ന് നോക്കി ഏതാണ് കോഡെന്നൊന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ഡോട്ടോ ചെറിയ ടിക്കോ ഇട്ട് വെച്ചിട്ട് എന്നിട്ട് എന്ത് ചെയ്യാം, നേരെ ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക. ഇനി എന്താണ്, എക്സാം അടുപ്പിച്ചുള്ള ദിവസങ്ങളാണ്, നന്നായി ഉറങ്ങുക. അറിയാം നിങ്ങൾക്ക് ജോലി തിരക്കുകളുണ്ട്, ഒരുപാട് എന്താണ് ജോലിയുടെ ഭാരങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഒരു കാരണവശാലും ഒരുപാട് കളഞ്ഞിട്ട് പഠിക്കാനായിട്ട് ഇരിക്കരുത്. അത് നമ്മുടെ ഹെൽത്തിനെ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യും, നെഗറ്റീവായിട്ട് ബാധിക്കും. ഹെൽത്ത് ഓക്കെ അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ഒന്നിനും പറ്റില്ലല്ലേ. അപ്പൊ എന്ത് ചെയ്യും, നന്നായിട്ട് ഉറങ്ങാം. ഹാൾ ടിക്കറ്റ് എല്ലാവരും പ്രിന്റ് എടുത്തു വെച്ചു എന്ന് വിശ്വസിക്കുന്നു. നല്ല ക്ലിയർ ആയിട്ടുള്ള ലെജിബിൾ ആയിട്ടുള്ള പ്രിന്റ് ആയിരിക്കണം കേട്ടോ. ചിലപ്പോൾ എന്താണ് ചില ഭാഗങ്ങളൊക്കെ തെളിയാതിരിക്കുന്നതാണെങ്കിൽ ഹാളിലോട്ട് കയറുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ തന്നെ പിന്നീട് അത് നമ്മുടെ ബാക്കിയുള്ള പരീക്ഷയെ ബാധിക്കും. അപ്പൊ ഒരു കാരണവശാലും അങ്ങനെ ഒരു പ്രശ്നത്തിന് നിൽക്കാതെ കൃത്യമായിട്ട് വേണമെങ്കിൽ എന്താ ഒന്നോ രണ്ടോ പ്രിന്റ് എടുത്ത് വെച്ചു. ഇപ്പൊ നമ്മുടെ കാലാവസ്ഥയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് എന്താ ചിലപ്പം എന്താ കറണ്ട് ഇല്ലാതെ ഒക്കെ വരാം. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക, നേരത്തെ പോയി പ്രിന്റ് എടുത്ത് വെക്കാം. അപ്പൊ നല്ല പ്രിന്റ് തന്നെ എടുക്കാൻ ശ്രമിക്കുക. ഈ മഴയൊക്കെ നനഞ്ഞ് വെള്ളമൊക്കെ വീണ് കഴിഞ്ഞാൽ മാഞ്ഞു പോകുന്ന തരത്തിലുള്ള പ്രിന്റുകൾ എടുക്കരുത്. നല്ല പ്രിന്റ്, നല്ല ഏതെങ്കിലും ഒരു കടയിൽ പോയിട്ട് പ്രിന്റ് എടുക്കാം. ID കാർഡ് കൃത്യമായിട്ട്, ID കാർഡിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, തെറ്റുകളൊന്നും ഇല്ലാത്ത ID കാർഡ് ആയിരിക്കണം എടുത്തു വെക്കുന്നത്. പിന്നെ ആധാർ കാർഡ്, പലപ്പോഴും സ്റ്റുഡൻസിന് പറ്റുന്ന ഒരു മിസ്റ്റേക്കാണ് ആധാർ കട്ട് ചെയ്ത് സൂക്ഷിക്കുന്നവരും. ആധാറിന്റെ ആ ഒരു പേരും ഫോട്ടോയും QR ഒക്കെ ഉള്ള ഭാഗം കൊണ്ടുപോകുന്നതിന് പകരം മറ്റേ ഭാഗം കൊണ്ടുപോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അവരവിടെ അഡ്മിറ്റ് ചെയ്യത്തില്ല. അതുകൊണ്ട് ID കാർഡ് തയ്യാറാക്കി മുമ്പേ തന്നെ എന്ത് ഒരു ഫയൽ എടുക്കാം, പ്രിന്റ് എടുത്ത് അതിന് പ്രിന്റും ഹാൾ ടിക്കറ്റിന്റെ പ്രിന്റ്, അതോടൊപ്പം ID കാർഡും, പിന്നെ എന്താണ് അറിയാമല്ലോ പേന വേണം, പേനയെല്ലാം എന്ത് ചെയ്യാം നേരത്തെ തയ്യാറാക്കി വെക്കും. പരീക്ഷാ കേന്ദ്രത്തിൽ നേരത്തെ എത്തുക, ഹറി ബറി ആയിട്ട് ഓടിച്ചെല്ലരുത്. അപ്പൊ തന്നെ എന്താണ് ഓൾറെഡി നമ്മളുടെ ആ ഒരു നമ്മുടെ ഒരു മനസ്സിന്റെ ഒരു ഇക്വിലിബ്രിയം അവിടെ തെറ്റിക്കഴിഞ്ഞു. അപ്പൊ നമുക്ക് എന്താണ് ആ ഒരു വെപ്രാളം നമ്മുടെ എക്സാമിനെ ബാധിക്കും. അങ്ങനെ ഒന്നും വരാതെ എന്ത് ചെയ്യാം, നേരത്തെ എത്തുക. അപ്പം നിങ്ങൾക്ക് കിട്ടിയേക്കുന്ന പരീക്ഷാ കേന്ദ്രം ഏതെന്ന് ഓൾറെഡി നിങ്ങൾക്ക് അറിയാല്ലേ, ആ ടിക്കറ്റ് വഴി അറിയാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, എത്ര ദൂരം ഉണ്ട്. അപ്പം നമുക്ക് ഇന്ന് ഈ ഒരു സമയത്ത് പ്രതികൂല കാലാവസ്ഥയെ കുറിച്ചൊക്കെ അറിയാം. അപ്പം പ്രതികൂല കാലാവസ്ഥയിൽ നമുക്ക് എന്താണ് ഇപ്പൊ ഒരു രീതിയിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അവിടെ എത്തിച്ചേരാനുള്ള ആൾട്ടർനേറ്റീവ് മുമ്പേ കണ്ടെത്തി വെക്കാം. ആത്മവിശ്വാസത്തോടു കൂടി തന്നെ പരീക്ഷ എഴുതുക. എനിക്ക് പറ്റുമോ, ചിലപ്പോൾ പലരും എന്താണ് ഒരുപാട് തവണ പരീക്ഷ എഴുതിയവരായിരിക്കും. അപ്പൊ എന്താണ് ഇത്രയും തവണ ഞാൻ എഴുതി എന്നിട്ടും കിട്ടിയില്ല, അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട. നിങ്ങൾ നല്ല ആത്മവിശ്വാസത്തോടു കൂടി പരീക്ഷ എഴുതുക. നിങ്ങൾക്ക് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ ഒരു കടമ്പ ഒന്ന് കടന്നു കിട്ടിയാൽ മാത്രം മതി. ആ ഒരു വളരെ ചെറിയൊരു കടമ്പയാണെന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പൂർണ്ണ ആത്മവിശ്വാസത്തോടു കൂടി ഇതൊരു ചെറിയ കടമ്പയാണ്, ഇത്രയൊക്കെ എത്തി എനിക്ക് ഇതും എഴുതിയെടുക്കാൻ എന്താണ് 100% സാധിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, പരീക്ഷ എഴുതുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഇത്തവണ തന്നെ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവർക്കും ഈ ഒരു എക്സാമിനേഷൻ എഴുതി ക്വാളിഫൈ ചെയ്യാൻ ആയിട്ട് സാധിക്കട്ടെ എന്ന് I+ന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ പിന്തുണയും നൽകിക്കൊണ്ട് ഞങ്ങൾ പറയുന്നു. പിന്നെ നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും വിധം എല്ലാം ഫ്രീ ആയിട്ട് തന്നെ ഇഷ്ടംപോലെ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് മറ്റുള്ളവർക്കും തീർച്ചയായിട്ടും ധൈര്യപൂർവ്വം റെക്കമെൻഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ചാനൽ. നമ്മുടെ ക്ലാസ്സുകളാണെങ്കിലും എന്ത് ചെയ്യാം, എല്ലാ കാര്യങ്ങളും അല്ലെ, നമ്മുടെ ഫുൾ ടോപ്പിക്കും ക്വസ്റ്റ്യൻസും എല്ലാം ഇപ്പൊ ലോങ് ടേം ആയിട്ട് പഠിക്കുന്ന ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ, ഇപ്പൊ കേട്ടിട്ട് ഇല്ലാത്ത അല്ലാതെ എന്താണ് പഠിച്ച് കേട്ടിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് പോകാൻ പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാം സജസ്റ്റ് ചെയ്യാവുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ് I+. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും നല്ല രീതിയിൽ പോയി എക്സാം എഴുതുക. ഒരു ടെൻഷനും വേണ്ട, സമയം അഡ്ജസ്റ്റ് ചെയ്ത് എഴുതാൻ നിങ്ങൾക്ക് സാധിക്കും. തീർച്ചയായിട്ടും ആ ഒരു ക്വാളിഫയിങ് മാർക്ക് കടക്കാനായിട്ട് ആരും ബ്രിമ്മിൽ വന്ന് നിൽക്കാതെ, ബ്രിമ്മിൽ വന്നാൽ പിന്നെ ടെൻഷനാണ്, അയ്യോ ഇനി ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആവുമോ, അങ്ങനെ ഒരു ടെൻഷനും നിൽക്കാതെ ബ്രിമ്മിൽ നിൽക്കാതെ നിങ്ങൾ നല്ല ഒരു ക്വാളിഫയിങ് മാർക്കിൽ നിന്ന് കുറച്ചധികം മാർക്കോട് കൂടി വാങ്ങി പാസ്സാവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി അല്ലെങ്കിൽ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഓൾ.